പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭ്രാന്തൻ പോയിന്റ് ഓഫ് വ്യൂസിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ക്രൂഷ്യൽ മൊമെന്റിലാണ് നമ്മളിപ്പം IPL നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 ടീം ടേബിൾ ടോപ്പിൽ നിന്ന് 6 ടീമുകൾക്കും പ്ലേ ഓഫിൽ എത്താനുള്ള വലിയൊരു ചാൻസ് തന്നെ ഇപ്പൊ ഉണ്ട്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ടീമുകൾക്കും 3 കളി വീതം ബാലൻസ് ഉണ്ട്. ഇതില് പോയിന്റ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നത് RCB ആണ്, 14 പോയിന്റാണ്. 2ാം സ്ഥാനം നിൽക്കുന്നത് സൺറൈസേഴ്സ്, 3ാം സ്ഥാനം നിൽക്കുന്നത് ഗുജറാത്ത്. ഇവർക്ക് 3 പേർക്കും 14 പോയിന്റ് വീതമുണ്ട്. 4ാമത് നിൽക്കുന്ന പഞ്ചാബിന് 13 പോയിന്റേ ഉള്ളൂ. എന്നാൽ 5ാമത് നിൽക്കുന്ന ചെന്നൈക്ക് 12 പോയിന്റ് ഉണ്ട്. 6ാമത് നിൽക്കുന്ന രാജസ്ഥാന് 12 പോയിന്റ്. അങ്ങനെ അപ്പോൾ ക്രൂഷ്യൽ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചെന്നൈക്ക് എന്താണ് ചെന്നൈക്ക് പ്ലേ ഓഫിൽ വരെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇനി ബാലൻസ് ഉള്ള 3 കളിയും നല്ല രീതിയിൽ നല്ല റൺ റേറ്റിൽ മാർജിനിൽ ജയിച്ചു കഴിഞ്ഞാൽ നെറ്റ് റൺ റേറ്റ് അടിസ്ഥാനത്തിലായിരുന്നാൽ പോലും 18 പോയിന്റോടെ പ്ലേ ഓഫിൽ ചെന്നൈ എത്തും. അത് ഒന്നാമത്തെ കാര്യം. സൂപ്പറായിട്ട് ചെന്നൈ എത്തും. ഇല്ലെങ്കിൽ പഞ്ചാബ് നല്ല രീതിയിൽ തോക്കുക എങ്കിൽ ചെന്നൈക്ക് ഒന്നുകൂടി സ്ഥാനം മേൽക്കേ കിട്ടും, ശകലം കൂടി കുറച്ചുകൂടി മേൽക്കേ കിട്ടും പ്ലേ ഓഫിൽ എത്താനായിട്ട്. പക്ഷെ എന്നാലും ഒരു പണിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ തൊട്ട് ബേക്കിൽ രാജസ്ഥാൻ ഉണ്ട്. രാജസ്ഥാനിന് തുടരെ 3 കളി ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രാജസ്ഥാനും ചാൻസ് കിട്ടും. പക്ഷേ രാജസ്ഥാനും തോക്കേ വേണം. രാജസ്ഥാൻ ഇനിയുള്ള മാച്ച് മൊത്തം എന്ന് പറഞ്ഞാൽ ഡൽഹി ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, പിന്നെ മുംബൈ ഉണ്ട് രാജസ്ഥാൻ. ചെന്നൈക്കാണെങ്കിൽ അടുത്ത മാച്ച് വന്ന് ലക്നൌവിന്റെ കൂടെയാണ്. കഴിഞ്ഞ മാച്ച് ലക്നൌവിന്റെ കൂടെ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത 15ാം തീയതി നടക്കുന്ന മാച്ച് ലക്നൌവിന്റെ കൂടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഹൈദരാബാദിന്റെ കൂടെ. അത് കഴിഞ്ഞ അവസാന മത്സരം ഗുജറാത്തിന്റെ കൂടെ. ഈ 3 മത്സരം ചെന്നൈ ജയിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പ്ലേ ഓഫിൽ വരാം. പക്ഷേ ഇതിൽ ഒരു ഇമ്പാക്ട് ഉണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ പ്ലേ ഓഫിൽ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ചെന്നൈ IPL സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്തുള്ള ചെന്നൈ അല്ല ഇപ്പോഴത്തെ ചെന്നൈ. ഇപ്പൊ ചെന്നൈ മെച്ചപ്പെട്ട് എല്ലാ കളികളും വിജയിച്ച് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് ടീം ബാലൻസ് ആയി. സഞ്ജുവിന്റെ നല്ല രീതിയിലുള്ള ഫോമും ഋതുരാജ് ഗെയ്ക്വാദിന്റെ നല്ല ക്യാപ്റ്റൻസിയും അൻഷുൽ കാംബോജിന്റെ നല്ല ബൗളിങ്, അങ്ങനെ ടീം മൊത്തത്തിൽ ബാലൻസ് ആയി നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് പിന്നെയുള്ള ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 3 മാച്ച് ഒന്നും നോക്കണം, ജയിക്കണം. വിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെന്നൈ പ്ലേ ഓഫിൽ ഉറപ്പാണ്. പിന്നെ ഇന്നലെ നടന്നു കഴിഞ്ഞ ഗുജറാത്ത് സൺറൈസേഴ്സ് മത്സരം, അതിൽ ഗുജറാത്ത് നല്ല മാർജിനിൽ ജയിച്ചു. ഇപ്പം പോയിന്റ് ടേബിളിൽ ഗുജറാത്താണ് നമ്പർ 1 ആയിട്ടിരിക്കണം. പിന്നെ ഇന്ന് നടക്കുന്ന കൊൽക്കത്ത ബാംഗ്ലൂർ മാച്ചിൽ ബാംഗ്ലൂർ വിൻ ചെയ്യണമെങ്കിൽ ഗുജറാത്തിന്റെ താഴെ ബാംഗ്ലൂർ 2ാം സ്ഥാനത്തിലെത്തും. അങ്ങനെ ഭയങ്കര പ്രഷറോട് കൂടിയുള്ള പ്ലെയർ ഓഫ് സിറ്റുവേഷൻ ആണ്. എന്തായാലും ചെന്നൈക്ക് നല്ല രീതിയിൽ 3 മാച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പ്ലേ ഓഫിൽ 18 പോയിന്റും നെറ്റ് റൺ റേറ്റ് അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് ആയിട്ട് പ്ലേ ഓഫിൽ എത്തി കിടക്കാം. പിന്നെ എന്നാലും വെല്ലുവിളിയുണ്ട്. രാജസ്ഥാൻ റോയൽസും വെല്ലുവിളിയാണ്. പിന്നെ പഞ്ചാബ് കിങ്സിന് അടുത്ത 3 കളി പഞ്ചാബ് കിങ്സ് ജയിച്ചിരുന്ന ചെന്നൈ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പം എന്തുകൊണ്ട് ചെന്നൈയാണ് ജയിക്കേണ്ടത്? കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് സഞ്ജു ഫാൻസ് ആയതുകൊണ്ട് ചെന്നൈ ജയിക്കാണ് ഞാൻ പ്രാർത്ഥിക്കുക. പിന്നെ ഒരു മേൽക്കേ എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടുതൽ ഫാൻസ് ഉള്ളത് ചെന്നൈക്കാണ്. പിന്നെ സഞ്ജു സാംസൺ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ധോണി ബയ്യയുടെ ടീമാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ചെന്നൈ തന്നെ വരട്ടെ. ചെന്നൈ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കപ്പും കൊണ്ടേ പോവുള്ളൂ. കാരണം നമ്മൾ പഴയ IPL പഴയ ചരിത്രമോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും കളി തോറ്റു വന്ന് പിന്നെ അവസാനം ജയിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ കപ്പും കൊണ്ട് പോണ ചരിത്രം ചെന്നൈക്കുള്ളൂ. അതായത് അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ചെന്നൈനെ ഇനി ഭയക്കേണ്ടിയിരിക്കും. ഇനി 3 കളി ജയിച്ചു കഴിഞ്ഞാൽ അവര് കപ്പും കൊണ്ടേ പോകും. 100% ഉറപ്പാണ് അവര് കപ്പും കൊണ്ടേ പോകും. സത്യത്തിൽ CSK ആണ് യഥാർത്ഥ ശ്രദ്ധാകേണ്ടത്. ആ കാര്യം നമ്മൾ മികച്ച ആരാധക പിന്തുണ, പിന്നെ സഞ്ജു സാംസൺ, പിന്നെ മഹേന്ദ്ര സിംഗ് ധോണി, അങ്ങനെയുള്ള ആരാധക പിന്തുണ ഉള്ളത് കൊണ്ട് ചെന്നൈക്ക് ഭയങ്കര ഒരു ലക്കും കൂടി ഉണ്ട്. ധോണിയും കൂടി ഉള്ളത് കൊണ്ട് ഒടുക്കത്തെ ലക്കും കൂടിയാണ്. പക്ഷെ ചെന്നൈ ഈ നിരന്തരം കളി ജയിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചാൻസ് ഉണ്ട്. പ്ലേ ഓഫിൽ വന്നു കഴിഞ്ഞാൽ കപ്പം കൊണ്ടേ പോകുള്ളൂ. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചെന്നൈ കപ്പം കൊണ്ട് പോകാൻ 100% ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ് തുടരെയുള്ള 3 കളി നല്ല രീതിയിൽ പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആശ്വാസം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തുടരെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ CSK അടുത്ത ഒരു 2 കളി വിൻ ചെയ്താൽ സൂപ്പറായിട്ടും പ്ലേ ഓഫിലെത്തും. പിന്നെ രാജസ്ഥാന്റെ കാര്യവും. രാജസ്ഥാൻ എന്തായാലും ഇനിയുള്ള കളി ഡൽഹി
മുംബൈയും ഗുജറാത്തും ആയിരുന്നു. അതിൽ 2 കളി രാജസ്ഥാൻ തോക്കുകയാണെങ്കിൽ കൺഫേം ആയിട്ട് ചെന്നൈ പ്ലേ ഓഫിലെത്തും. അപ്പൊ ഇതാണ് നമ്മൾ അടിസ്ഥാനം. പിന്നെ ചെന്നൈനെ അങ്ങനെ വെറുതെ നമ്മൾ താഴ്ത്തി കളയാനും പാടില്ല. എഴുതി തള്ളി കളഞ്ഞവർക്ക് മുന്നിൽ കപ്പ് ഉയർത്തിയ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ ചെന്നൈക്കുള്ളത്. അത് പഴയ ചരിത്രം എടുത്ത് നോക്കി അറിയാൻ പറ്റും. ആരൊക്കെ എഴുതി തള്ളിയിട്ടുണ്ട് അവരൊക്കെല്ലാം മുമ്പിൽ ചെന്നൈ കപ്പ് ഉയർത്തി, ധോണി വന്ന് നിസാരം പോലെ കപ്പ് ഉയർത്തി കൊണ്ടുപോയിട്ടുള്ള ചരിത്രം ഒരുപാടുണ്ട് ചെന്നൈക്ക്. അതുകൊണ്ട് ചെന്നൈയെ ഭയക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പം ഗുജറാത്താണ് പോയിന്റ് ടേബിളിൽ നമ്പർ 1 ഗുജറാത്ത്. അപ്പോൾ ഇന്ന് കൊൽക്കത്തയും ബാംഗ്ലൂരും കളിക്കുമ്പോൾ അതിൽ ആര് വിൻ ചെയ്യും, അവർ നമ്പർ 2 ആവും. പിന്നെ നമ്പർ 3 വന്നിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആവും. നമ്പർ 4 വന്നിട്ട് പഞ്ചാബ് കിങ്സ്. നമ്പർ 5 വന്നിട്ട് ചെന്നൈ. അപ്പൊ ചെന്നൈയിലെ 15 കളി നടക്കുന്ന ലക്ഷ്യമായിട്ടുള്ള കളി ജയിക്കുമ്പോഴത്തേക്ക് ചെന്നൈക്ക് ഒരു മുൻതൂക്കം വരും. അപ്പൊ ചെന്നൈ എന്തായാലും ഫോർത്തിൽ എത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കാണാം പ്രിയപ്പെട്ട കുട്ടികൾ. എന്തായാലും ചെന്നൈ പ്ലേ ഓഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കപ്പടിക്കുന്ന ഒരു മാറ്റവും വേണ്ട. തീർച്ചയായിട്ടും ചെന്നൈ കപ്പടിച്ചിരിക്കും. എന്തുകൊണ്ട് രാജസ്ഥാന്റെ അടുത്ത 2 മാച്ച് രാജസ്ഥാൻ തോക്കട്ടെ, എന്തുകൊണ്ട് പഞ്ചാബ് തോക്കട്ടെ, പഞ്ചാബിന്റെ ഇനിയുള്ള 3 കളി, അങ്ങനെ അടുത്ത 3 കളി ചെന്നൈ ജയിക്കട്ടെ, 3 ചെന്നൈ ജയിക്കട്ടെ. ചെന്നൈ ജയിച്ച് പ്ലേ ഓഫിൽ എത്തട്ടെ. എന്തായിരുന്നാലും സഞ്ജുവിലൂടെ ചെന്നൈ അടുത്ത കപ്പ് ഉയർത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പിന്നെ പ്രാർത്ഥിക്കുന്നു. എന്തായാലും നടക്കട്ടെ, നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോ ആയിട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഭ്രാന്തൻ.